ആരോഗ്യ സൂചകങ്ങൾ മെച്ചപ്പെടുമ്പോഴും പകരാത്ത രോഗങ്ങളും പൊണ്ണത്തടിയും രാജ്യത്ത് വർദ്ധിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന് സർവേ വെളിപ്പെടുത്തുന്നു. ദേശീയതലത്തിൽ 15-നും 49-നും ഇടയിൽ പുരുഷന്മാരിലെ പൊണ്ണത്തടി 22.9% നിന്ന് 27.3%, സ്ത്രീകളിൽ 24% നിന്ന് 30.7% ഉയർന്നു. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ 25.5% സ്ത്രീകൾ ഇപ്പോൾ അമിതവണ്ണമുള്ളവരാണ്. കേരളത്തിന്റെ കണക്കെടുത്താൽ സ്ഥിതി ഇതിലും ഭീതിജനകമാണ്. സംസ്ഥാനത്തെ സ്ത്രീകളിൽ അമിതവണ്ണം 38.2% നിന്ന് 46.7%, പുരുഷന്മാരിൽ 36.4% നിന്ന് 37% വർദ്ധിച്ചു. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ മാത്രം സ്ത്രീകളിലെ അമിതവണ്ണ നിരക്ക് 42.8%. അതായത് 15-നും 49-നും ഇടയിലുള്ള പ്രായത്തിലുള്ള കേരളത്തിലെ സ്ത്രീകളിൽ പകുതിയോളം പേരും അമിതഭാരമുള്ളവരാണ്. ഇത് ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ജീവിതശൈലിയിലും ഭക്ഷണരീതിയിലും വന്ന മാറ്റങ്ങൾ ശാരീരിക ആരോഗ്യത്തിൽ പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ശരീരഭാരം വേണ്ട അളവിലും കുറഞ്ഞ സ്ത്രീകളുടെ തോത് നഗരമേഖലകളിൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മുൻ സർവേയിൽ ഇത് 19.7% ആയിരുന്നത് പുതിയ സർവേയിൽ 13.2% താഴേക്ക് വന്നു. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് രാജ്യത്ത് ഗണ്യമായി കുറയ്ക്കാനായെങ്കിലും മുതിർന്നവരിലെ പോഷകാഹാരക്കുറവും ഭക്ഷണ അസമത്വവും ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും ഒരു വെല്ലുവിളിയായി തുടരുന്നുവെന്നും സർവേ വ്യക്തമാക്കുന്നു. പ്രമേഹവും അത് നിയന്ത്രിക്കാൻ മരുന്ന് കഴിക്കുന്നതുമായ സ്ത്രീകളുടെ അനുപാതം 13.5% നിന്ന് 17.8% ഉയർന്നതായി സർവേ വ്യക്തമാക്കുന്നു. പുരുഷന്മാർക്കിടയിൽ ഇത് 15.6% നിന്ന് 20.9% വർദ്ധിച്ചു. അതായത് ഇന്ത്യയിലെ 5-ൽ 1 മുതിർന്ന പുരുഷന് ഇപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉണ്ട്. സംസ്ഥാനത്ത് സ്ത്രീകളിൽ പ്രമേഹം 24.8% നിന്ന് 28.9%, പുരുഷന്മാരിൽ 27% നിന്ന് 31.9% വർദ്ധിച്ചത്. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, ശാരീരിക അധ്വാനമില്ലാത്ത ജീവിതശൈലി, ദീർഘനേരത്തെ സ്ക്രീൻ സമയം, ഉറക്കമില്ലായ്മ, വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം എന്നിവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ.